എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ പരീക്ഷാ ചോദ്യപേപ്പറിൽ നിരവധി തവണ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഈ ഒരു ഏരിയയിൽ കൂടുതലും കേന്ദ്ര പദ്ധതികളാണ് വരുന്നതെങ്കിലും പഠിക്കാനായിട്ട് അധികമായി വരുന്നതെങ്കിലും പരീക്ഷയിൽ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ചില എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് അഥവാ നീർത്തട മാനേജ്മെൻറ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഉപരിതല അതായത് സർഫസ്, ഭൂഗർഭ അതായത് ഗ്രൗണ്ട്, ഭൂഗർഭ. അപ്പോൾ ഉപരിതല ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ കാര്യക്ഷമമായ പരിപാലനത്തിനും സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് അഥവാ നീർത്തട മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? റിലേറ്റഡ് ടു വാട്ടർ അല്ലേ? വാട്ടർ റിസോഴ്സുമായി, ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ആ ജലസ്രോതസ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്? ഉപരിതലത്തിലെയും ഭൂഗർഭത്തെയും കാണപ്പെടുന്ന ജലസ്രോതസ്സുകളെയാണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, പരിപാലിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, മലിനീകരണ നിയന്ത്രണം. 2, വിഭവങ്ങളുടെ അമിത ചൂഷണം കുറയ്ക്കുക. ദാറ്റ് മീൻസ് റിസോഴ്സസ്. നമ്മുടെ രാജ്യത്ത് തന്നെ സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവയെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് തടയുക. 3ാമത്തെ കാര്യം ജലസംഭരണം, അതായത് മഴവെള്ള സംഭരണം. നമ്മൾ പറയും റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്ക നിയന്ത്രണം, വന്യജീവി സംരക്ഷണം, മണ്ണൊലിപ്പ് അഥവാ സോയിൽ ഇറോഷൻ നിയന്ത്രണവും മണ്ണിൻ്റെ പ്രതിരോധവും, സ്ഥിരമായ ജലവിതരണം നൽകുന്നതിന് ഭൂഗർഭ ജല അതായത് നമ്മൾ പറയും ഗ്രൗണ്ട് വാട്ടർ ടേബിൾ റീചാർജിങ് എന്ന് പറയും. അതായത് ഭൂഗർഭ ജലം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്കുള്ളിൽ അല്ലേ, ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന വാട്ടറാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ റീചാർജ് ചെയ്യാം. അതുപോലെ തന്നെ സുസ്ഥിരമായ കാർഷിക പുരോഗതി. അത്രമാത്രം വെള്ളമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ജലമുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇറിഗേഷണൽ ഫെസിലിറ്റീസ് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയും അത് അഗ്രികൾച്ചർ അഥവാ കൃഷിക്ക് സഹായകരമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നീർത്തട മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളാണ് ഈ പറയുന്നവയെല്ലാം. അപ്പോൾ നീർത്തട മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റഡ് ടു വാട്ടർ റിസോഴ്സ്. വാട്ടർ റിസോഴ്സ് അഥവാ ജലസ്രോതസ് എന്ന് പറയുന്നത് 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് ഉപരിതല സർഫസ്, മറ്റൊന്ന് ഭൂഗർഭം അതായത് ഗ്രൗണ്ട് അല്ലേ. അപ്പോൾ സർഫസ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, ഇനി നമ്മുടെ കേന്ദ്ര പദ്ധതികൾ. ഇത് കേരള PSC ചോദ്യമായിരുന്നു. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം അഥവാ സംയോജിത നീർത്തട പരിപാലന പരിപാടി 2027 കേട്ടോ. 2027 കൂടി 55 ദശലക്ഷം ഹെക്ടർ മഴയെ ആശ്രയിച്ചുള്ള ഭൂമി എന്ന ലക്ഷ്യത്തോടെ ഗ്രാമവികസന മന്ത്രാലയം 2009-10 മുതൽ ആരംഭിച്ച പരിപാടിയാണ് എന്നെന്ന് പറയുന്നത് സംയോജിത നീർത്തട പരിപാലന പരിപാടി. അപ്പോൾ 2027 കൂടി എന്താണ് ലക്ഷ്യം? കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ് 55 ദശലക്ഷം ഹെക്ടർ മഴയെ ആശ്രയിച്ചുള്ള ഭൂമി. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തന്നെ മഴയെ ആശ്രയിച്ചു കൊണ്ടാണ് മിക്കയിടങ്ങളിലും കൃഷി നടത്തപ്പെടാറുള്ളത്. മഴയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും കാർഷിക രംഗം വളരെ പിന്നാക്ക അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. മാത്രമല്ല ഈ പറയുന്ന ഇറിഗേഷണൽ ഫെസിലിറ്റീസ് എല്ലായിടത്തുമില്ല. പ്രത്യേകിച്ച് നോർത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഇറിഗേഷണൽ പ്രോജക്ട്സുകൾ കയറി വരുന്നുണ്ട്. ബട്ട് ഉൾപ്രദേശങ്ങളിലും മറ്റുമെല്ലാം ഇറിഗേഷണൽ ഫെസിലിറ്റീസ് വളരെ മോശമാണ്. അപ്പോൾ മഴവെള്ളം, അതായത് നമ്മൾ പറയും ഈ മഴയെ ആശ്രയിച്ചു കൊണ്ടുള്ള കാർഷിക രീതിയാണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉടലെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ലക്ഷ്യം 55 ദശലക്ഷം ഹെക്ടർ മഴയെ ആശ്രയിച്ചുള്ള ഭൂമി 2027 കൂടി അല്ലെ ഗ്രാമവികസന മന്ത്രാലയം ലക്ഷ്യമാക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് 2009-10
കാലം മുതൽ ഇത് ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നീർത്തട പദ്ധതിയാണ് IWMP. ഇനി നീർത്തട മാനേജ്മെന്റ് സംരംഭങ്ങളിലൂടെ മണ്ണ്, വെള്ളം മുതലായ നശിച്ച പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി അവയെ സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജലസ്രോതസ്സുകൾ അല്ലെങ്കിൽ എന്താണ് നീർത്തട മാനേജ്മെന്റ്, ജലം അല്ലേ, അതുപോലെ തന്നെ ജലത്തെ കാര്യക്ഷമമായി ഉപയോഗിക്കണം, അത് കൃഷിക്ക് സഹായകരമാകണം, വന്യജീവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, മണ്ണൊലിപ്പ് തടയണം തുടങ്ങിയുള്ള ലക്ഷ്യങ്ങളാണല്ലോ ഈ പറയുന്ന നീർത്തട മാനേജ്മെന്റിലൂടെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കേന്ദ്രം 90% ചെലവിടുമ്പോൾ സംസ്ഥാനം ചെലവിടേണ്ടത് വെറും 10%. ദാറ്റ് മീൻസ് 90:10 എന്ന അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ പറയുന്ന പദ്ധതിക്ക് ധനസഹായം നൽകുന്നു. മൾട്ടി ക്രോപ്പിംഗ്, അതായത് ഒരു വർഷത്തിൽ ഒരു വിളയ്ക്ക് പകരം ഒരേ ഭൂമിയിൽ 2 അതിലധികമോ വിളകൾ വളർത്തുന്ന രീതി, മൾട്ടി ക്രോപ്പിങ്ങും വൈവിധ്യമാർന്ന കാർഷിക അധിഷ്ഠിത പ്രവർത്തനങ്ങളും ലക്ഷ്യമിടുന്നു ഈ പദ്ധതി. ഇതിലൂടെ നീർത്തട പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗവും പ്രദാനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് 3 പ്രധാന പദ്ധതികൾ, അതായത് നമ്മുടെ ഈ പറയുന്ന പദ്ധതി 2009 കാലഘട്ടത്തിലാണല്ലോ അവതരിപ്പിക്കുന്നത് അല്ലേ. 2027 കൂടി 55 ദശലക്ഷം ഹെക്ടർ മഴയെ ആശ്രയിച്ചു കൊണ്ടുള്ള ഭൂമി നിർമ്മിക്കപ്പെടുക എന്ന ലക്ഷ്യമാണ് ഇവിടെ മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്നാൽ ഈ പദ്ധതി വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ചില 3 പ്രധാന പദ്ധതികളെ മെർജ് ചെയ്താണ് ഈ പദ്ധതി ഒന്നാക്കിയത്. അതിലൊരു പദ്ധതി എന്ന് പറയുന്നത് പഴയ PSC ചോദ്യമാണ്, ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം അഥവാ DPAP. വരൾച്ച മേഖലയിലെ വരൾച്ച മൂലമുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനായിട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി നേരിട്ട് ആരംഭിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡ്രോട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വരൾച്ച. അപ്പോൾ വരൾച്ച പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നേരിടാൻ, വരൾച്ച പ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ടും ജലം ഇല്ലല്ലോ, അതുപോലെ തന്നെ കൃഷിയും വളരെ മോശാവസ്ഥയിലായിരിക്കും. അപ്പോൾ അത്തരം അവസ്ഥകളെ ഒന്ന് നേരിടാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു 1973-74 കാലഘട്ടത്തിൽ അവതരിപ്പിച്ച ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡെസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ അത് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അറിയാം, മരുഭൂമിയിലെ പ്രകൃതി വിഭവ അടിത്തറ പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെ വരൾച്ചയുടെ ഫലം കുറയ്ക്കുന്നതിനായിട്ട് 1977-78 ആരംഭിച്ച പദ്ധതിയാണ്. അപ്പോൾ മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, മരുഭൂമിയിൽ ഈ പറയുന്ന ജലത്തിൻ്റെ അംശമൊക്കെ വളരെ കുറവായിരിക്കും, കൃഷിയും ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മരുഭൂമിയിൽ അതിൻ്റെതായ ചില പ്രകൃതി വിഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിത്തറ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ ഈ പറയുന്ന മരുഭൂമിയിൽ കാണപ്പെടുന്ന വരൾച്ചയുടെ ഫലം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1977-78 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണിത്. ഇനി ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ IWDP. നശിച്ചുപോയ വനേതര ഭൂമി, അതായത് നോൺ ഫോറസ്റ്റ് ഏരിയാസ് പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1989-90 ആരംഭിച്ച പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട്, വനഭൂമി. ഇനി വനേതര ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം അല്ലാത്ത, അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വനങ്ങളെ സംരക്ഷിക്കുകയാണ്. എന്നാൽ വനങ്ങളല്ലാത്ത ഭൂമിയെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ അജണ്ടയിൽ ഇല്ലതാനും. എന്നാൽ ഇത്തരത്തിലുള്ള ഭൂമികളെ, അതായത് വനേതര ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 89-90 കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ് ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് വനേതര ഭൂമി എന്ന് പറയുമ്പോൾ, നോൺ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ വേസ്റ്റ് ലാൻഡ് നിങ്ങൾ കണ്ട ആ ഒരു അവസ്ഥയിൽ ഇതൊരിക്കലും മാലിന്യങ്ങൾ തള്ളാനുള്ള പ്രദേശം അല്ലെങ്കിൽ ഏരിയ ആയിട്ട് നിങ്ങൾ കാണരുത്. ഓക്കെ, വേസ്റ്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തും ചെയ്യാം എന്നുള്ള ചിന്തയാണ് അല്ലേ. ആ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ, വേസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതാരും സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ വന ഭൂമി അല്ലെങ്കിൽ ഫോറസ്റ്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ സംരക്ഷണമുണ്ട് എന്ന അർത്ഥത്തോടു കൂടിയാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് അല്ലേ മാനേജ്മെൻറ്റ് പ്രോഗ്രാം, ഇത് നമ്മൾ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ഇത് ആരംഭിച്ചത് 2009-10 ആണ്. 2027 കൂടി 55 ദശലക്ഷം ഹെക്ടർ മഴയെ ആശ്രയിച്ചു കൊണ്ടുള്ള ഭൂമി നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ ഒരു പരിപാടിയാണ്. മുന്നേ ഉണ്ടായിരുന്ന 3 പദ്ധതികളെ ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം 1973-74, ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1977-78, ഇനി ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1989-90 എന്നീ 3 കേന്ദ്ര പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് മേർജ് ചെയ്തുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം 2009-2010 കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. ഇനി 2015 സംയോജിത നീർത്തട പരിപാലന പരിപാടിയെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയിൽ ഉൾപ്പെടുത്തി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ലൈവായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന അഥവാ PMKSY. അപ്പോൾ 2009-10 ആരംഭിച്ച സംയോജിത നീർത്തട പരിപാലന പദ്ധതിയെ എന്ത് ചെയ്തു, ഏതിലേക്ക് ലയിപ്പിച്ചു കേന്ദ്രം? പിന്നീട് PMKSY അഥവാ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ചില പദ്ധതികൾ, ചെറിയ ചെറിയ പദ്ധതികൾ നമുക്ക് നോക്കാം. ഹരിയാലി പദ്ധതി PSC ചോദ്യമാണ്. കുടിവെള്ളം, ജലസേചനം അഥവാ ഇറിഗേഷൻ, മത്സ്യബന്ധനം, വനവൽക്കരണം ദാറ്റ് മീൻസ് ഫോറസ്റ്റേഷൻ ഇനി എന്നിവയ്ക്കായി ജലം സംരക്ഷിക്കാൻ ഗ്രാമീണ ജനതയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ 2003 ആരംഭിച്ച ഒരു വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ് ഹരിയാലി പദ്ധതി. ജനകീയ പങ്കാളിത്തത്തോടെ ഗ്രാമപഞ്ചായത്തുകളാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ ഹരിയാലി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് PSC ചോദ്യമായിരുന്നു. ജലസംരക്ഷണം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ചോദ്യം വന്നത്. ആരംഭിച്ചിരിക്കുന്നത് 2003 ഇനി നമുക്ക് നോക്കേണ്ടത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയാണ്. 2015 ആരംഭിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം 75, സംസ്ഥാനത്തിൻ്റെ വിഹിതം 25. അതായത് നമ്മുടെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ആ പദ്ധതിയുടെ 75% ഫണ്ട് ഇറക്കുന്നത് കേന്ദ്രവും 25% ഫണ്ട് ഇറക്കുന്നത് സംസ്ഥാനമായിരുന്നു. ഇതിനു മുന്നേ നമ്മൾ പഠിച്ച ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൽ 90:10 ആയിരുന്നു. ഓക്കെ, ഇനി വടക്ക് കിഴക്കൻ മേഖലയിലെ മലയോര സംസ്ഥാനങ്ങളിൽ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് പോലുള്ള മലയോര സംസ്ഥാനങ്ങളിൽ പക്ഷേ 90:10 ആണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ചെലവിൻ്റെ 100% കേന്ദ്ര സർക്കാർ തന്നെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയിലൂടെ ലക്ഷ്യം? പ്രധാനമന്ത്രി കൃഷി കൃഷി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒന്ന് ജലം. അപ്പോൾ ജലസേചനം, ഇറിഗേഷണൽ ഫെസിലിറ്റീസ് മറ്റുമൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ത്യയിലെ എല്ലാ കാർഷിക ഫാമുകൾക്കും സംരക്ഷിത ജലം ഉറപ്പാക്കാനും ഓരോ തുള്ളിയും കൂടുതൽ വിള, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, UPSC പരീക്ഷകളിൽ വരെ ചോദിച്ചിട്ടുള്ളതാണ്. ഓരോ തുള്ളിയും കൂടുതൽ വിള എന്ന മുദ്രാവാക്യത്തോടെ ഗ്രാമീണ അഭിവൃദ്ധി കൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കൃഷി ഫാമുകളിൽ ജലം അല്ലെങ്കിൽ ജലത്തിൻ്റെ ഒരു ലഭ്യത ഉറപ്പാക്കുകയും ഈ പറയുന്ന പദ്ധതിയുടെ മുദ്രാവാക്യം തന്നെ ഓരോ തുള്ളിയും കൂടുതൽ വിള എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു തുള്ളി അത് കൂടുതൽ വിള നൽകുന്ന തരത്തിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു തുള്ളി പോലും പാഴാക്കരുത്. നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രിപ്പിംഗ് ഇറിഗേഷനും സ്പ്രിംഗ്ലർ ഇറിഗേഷനൊക്കെ. നമ്മൾ വെള്ളം വീട്ടിൽ ചെടിക്ക് നനയ്ക്കുന്നത് പോലെ നമ്മൾ ഈ കൃഷിയിടങ്ങളിൽ വെള്ളം നനച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നനയ്ക്കുമ്പോൾ നമുക്കറിയാം ഇഷ്ടംപോലെ വെള്ളം പാഴായി പോകുന്നുണ്ട് അല്ല. ചെടിക്ക് ആവശ്യമുള്ള വെള്ളത്തിനേക്കാൾ കൂടുതൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പകരം ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഒരു ടെക്നിക്കൊക്കെ ഉണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോഴേക്കും ആ പറയുന്ന ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിളയുടെ റൂട്ടിലോട്ട് ചെന്ന് ചേരുന്ന രീതിയിൽ ഒരു ചെറിയ ഡ്രോപ്പായിട്ട് അങ്ങ് പോകും. അപ്പോൾ വെള്ളത്തിൻ്റെ ഉപയോഗം നമുക്ക് മാക്സിമം കുറയ്ക്കാം. സ്പ്രിംഗ്ലർ ആണെങ്കിലോ ഇങ്ങനെ ഒരു നിങ്ങൾ കണ്ടു കാണും, ചില മ്യൂസിയങ്ങളിലൊക്കെ കണ്ടു കാണാം. അവിടെ ഈ പറയുന്ന പുൽമൈതാനങ്ങളെ വെള്ളം നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങും, ഒരു സാധനം ഇങ്ങനെ കറങ്ങും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ ചീറും അല്ലേ. അപ്പോൾ ആ ടൈപ്പ്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷനൊക്കെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടുതലായിട്ട് വടക്ക്
വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ, അതായത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയുടെ 4 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 4 ഘടകങ്ങൾ ശ്രദ്ധിക്കണം. UPSC പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ആക്സലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. ഓക്കെ, AIBP, ആക്സലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം. അപൂർണമായ ചില പ്രധാനപ്പെട്ടതും ഇടത്തര വിഭാഗത്തിലുമുള്ള ജലസേചന പദ്ധതികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്നതിനും രാജ്യത്ത് അധിക ജലസേചന സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനും സംസ്ഥാനങ്ങൾക്ക് വായ്പാ സഹായം നൽകുക. ഓരോ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന ജലസേചന പദ്ധതികൾ അവർ തുടങ്ങി വെച്ച പല പദ്ധതികളുണ്ടാവും. ജലസേചന പദ്ധതികൾ അഥവാ ഇറിഗേഷണൽ പ്രോജക്റ്റ്. എന്തിനാണ്? കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇറിഗേഷണൽ പ്രോജക്റ്റ് അഥവാ ജലസേചന പദ്ധതികൾക്കുള്ളത്. അപ്പോൾ അത്തരം ഇടയ്ക്ക് വെച്ച് നിന്നു പോയത് അല്ലെങ്കിൽ വളരെ ഉപയോഗപ്രദമാകുന്ന ചില പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരുകളെ സഹായിക്കുക. അതിനായി കേന്ദ്രം ലോൺ നൽകും, വായ്പ നൽകും സംസ്ഥാന സർക്കാരുകൾക്ക്. കേന്ദ്രത്തിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ട് സംസ്ഥാനത്തിന് ജലസേചന പദ്ധതികൾ പൂർത്തീകരിക്കാൻ സഹായകരമാവുന്ന ഒരു ഘടകമാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ ഭാഗമായിട്ടുള്ള ആക്സലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്, AIBP. ഇനി അടുത്തതെന്ന് പറയുന്നത് സംയോജിത നീർത്തട വികസന പരിപാടി തന്നെയാണ്. നമ്മൾ നേരത്തെ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞു. 2009-2010 കാലഘട്ടത്തിൽ കൊണ്ടുവന്നു അല്ലെ. ഉപരിതല ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ കാര്യക്ഷമമായ പരിപാലനത്തിനും സംരക്ഷണത്തിനും ഈ പറയുന്ന IWMP ഇമ്പോർട്ടൻസ് നൽകുന്നു. 90:10 എന്നുള്ള രീതിയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ചെലവാക്കൽ എന്നുള്ളതും നമ്മൾ അവിടെ പഠിച്ചു. 2015 കൃഷി സിഞ്ചായി യോജനയിലേക്ക്, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയിലേക്ക് ഇത് ലയിക്കപ്പെട്ടു. ഇനി ഹർ ഖേത് കോ പാനി സ്കീം, അതായത് ചെറുകിട ജലസേചനത്തിലൂടെ പുതിയ ജലസ്രോതസ്സുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു കല്ലട ഇറിഗേഷൻ പദ്ധതി, അതൊക്കെ വലിയ വലിയ പദ്ധതികളാണ്. എന്നാൽ ഇവിടെ സ്മോൾ സ്കെയിൽ ഇറിഗേഷൻ പ്രോജക്ട്സ് അതിനെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഹർ ഖേത് കോ പാനി സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വലിയ പദ്ധതികൾക്ക് മാത്രമല്ല, ചെറിയ പദ്ധതികൾക്ക് പോലും സഹായം നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരം ജലസ്രോതസ്സുകൾ സൃഷ്ടിക്കുക എന്ന തരത്തിൽ കേന്ദ്രം നൽകുന്ന ഒരു പദ്ധതി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഓരോ തുള്ളിയും കൂടുതൽ വിള. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഡ്രിപ്പ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ പദ്ധതികൾ അല്ലെങ്കിൽ ഡ്രിപ്പ് സ്പ്രിംഗ്ലർ ജലസേചന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജല ഉപയോഗക്ഷമത മെച്ചപ്പെടുത്തുന്നു. ഓക്കെ, അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ പറയുന്ന 4 എന്തിൻ്റെ ഘടകങ്ങളാണ്? പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ ഘടകങ്ങളാണ്. 1 ആക്സലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം, 2 IWMP അഥവാ സംയോജിത നീർത്തട വികസന പരിപാടി, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. 3 ഹർ ഖേത് കോ പാനി സ്കീം, ചെറുകിട ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അത്തരത്തിലുള്ള ജലസ്രോതസ്സുകൾ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ തുള്ളിയും കൂടുതൽ വിള പദ്ധതി. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. അവിടെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഡ്രിപ്പിംഗ് ഇറിഗേഷൻ എന്നിവയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രധാന വകുപ്പുകൾ ചേർന്നാണ് ഈ പദ്ധതിയെ കൈകാര്യം ചെയ്യുന്നത്. 1 കൃഷി വകുപ്പ്, 2 ജലവിഭവം ദാറ്റ് മീൻസ് വാട്ടർ റിസോഴ്സുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഗ്രാമവികസനം, റൂറൽ ഡെവലപ്മെൻറ്റ്. ഈ 3ഉം, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഗ്രാമങ്ങളിലാണല്ലോ കൃഷിയുള്ളത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഗ്രാമവികസനത്തിനും കൂടി ഊന്നൽ നൽകുന്നുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങൾ കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അല്ലേ. ഇനി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ കാലാവധി 2026 വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി പദ്ധതിയുടെ ഫ്രെയിംവർക്ക് അഥവാ ചട്ടക്കൂടിന് നയപരമായ നിർദ്ദേശം നൽകുന്നുണ്ട്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാന്റെ അധ്യക്ഷതയിലുള്ള ഒരു ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ദേശീയ തലത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. 2020 PMKSYയുടെ കീഴിലുള്ള ഘടകങ്ങളുടെ ജിയോ ടാഗിങ്ങിനായി ജൽശക്തി മന്ത്രാലയം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. എന്താണ്
ഈ പറയുന്ന ജിയോ ടാഗിങ്, ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട പദ്ധതികളെ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ജിയോ ടാഗിങ്, അതിന് വേണ്ടിയിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ജൽശക്തി മന്ത്രാലയം കൊണ്ടുവന്നിട്ടുള്ളത്. പഴയതുപോലെ ഈ പറയുന്ന വാട്ടർ റിസോഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നതിന് പകരം ഇതെല്ലാം കൂടെ ചേർത്താണ് ജൽശക്തി മന്ത്രാലയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ പറയുന്ന പദ്ധതിയെ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വെബ്സൈറ്റുകൾ, SMS സന്ദേശങ്ങൾ, QR കോഡുകൾ തുടങ്ങിയ വിവിധ മാധ്യമങ്ങളിലേക്ക് ഭൂമി ശാസ്ത്രപരമായ ഐഡന്റിഫിക്കേഷൻ ഡേറ്റ ചേർക്കുന്ന ഒരു പ്രക്രിയയും കൂടി ജിയോ ടാഗിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ SCRT അല്ലെങ്കിൽ NCRT ബേസ് ചെയ്തും മുൻകാല PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കേരള സംസ്ഥാന തലത്തിൽ IWMP നിർവഹണത്തിനായി, അതായത് 2009-10 കാലഘട്ടത്തിൽ ആരംഭിച്ച ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം, അതിൻ്റെ ഒരു എക്സിക്യൂഷനായിട്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ ചെയർപേഴ്സണായിട്ട് സ്റ്റേറ്റ് ലെവൽ നോഡൽ ഏജൻസി നിലവിലുണ്ട്. ജില്ലാ തലത്തിൽ വാട്ടർഷെഡ് സെൽ കം ഡേറ്റാ സെന്റർ നീർത്തട പദ്ധതികളുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നു. പ്രോജക്റ്റ് തലത്തിൽ ഈ പറയുന്ന പദ്ധതിയുടെ നിർവഹണ ഏജൻസി എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. എന്നാൽ നീർത്തട തലത്തിൽ പദ്ധതി നിർവഹണ ഏജൻസി എന്ന് പറയുന്നത് ഗ്രാമസഭ വഴി രൂപപ്പെട്ട വാട്ടർഷെഡ് കമ്മിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംസ്ഥാനത്ത്, അതായത് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം അല്ലേ, അത് പിന്നീട് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയിലേക്ക് ലയിക്കപ്പെട്ടു 2015. ഓക്കെ, അപ്പോൾ PMKSYയുടെ ഒരു ഘടകമാണ് IWMP ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓരോ തലത്തിലും അല്ലെ, ഓരോ തലത്തിലും, അപ്പോൾ മേൽത്തലത്തിൽ ഈ പറയുന്ന പദ്ധതികളെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ ചെയർപേഴ്സണായിട്ട് ഒരു സ്റ്റേറ്റ് ലെവൽ നോഡൽ ഏജൻസി ഉണ്ട്. അതിന് തൊട്ട് താഴെ സ്റ്റേറ്റ് ലെവൽ മാറി ജില്ലാ തലമായി അല്ലെ. അവിടെ ഓരോ ജില്ലകളിലും വാട്ടർ ഷെഡ് സെൽ കം ഡേറ്റാ സെന്ററുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ തട്ടിൽ, അതായത് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ഇനി അടുത്ത് പ്രോജക്റ്റ് ലെവൽ ഈ പറയുന്ന പദ്ധതിയുടെ നിരീക്ഷണം നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. ഇനി നിങ്ങൾക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞാൽ താഴെ തട്ടിൽ അല്ലെ, സംസ്ഥാനം, ജില്ല, ബ്ലോക്ക്, പഞ്ചായത്ത് ലെവൽ, ഗ്രാമപഞ്ചായത്ത് ലെവൽ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, നീർത്തട തലത്തിൽ, അതായത് ഇതിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ ഈ പറയുന്ന പദ്ധതി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് ഗ്രാമസഭകളാണ്. ഗ്രാമസഭകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഗ്രാമസഭ കൂടുന്നത് എന്നുള്ളതും ഓർത്തിരിക്കണം. അവരുടെ കീഴിൽ ഒരു വാട്ടർഷെഡ് കമ്മിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ 4 തട്ടിലായിട്ടാണ് ഈ പറയുന്ന പദ്ധതി കേരളത്തിൽ നല്ല ഒരു സംസ്ഥാനത്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, പ്രോജക്റ്റ് ലെവൽ, അഥവാ അത് ബ്ലോക്ക് ഡെവലപ്മെന്റ് ലെവൽ, ബ്ലോക്ക് ലെവലാണ്. തൊട്ട് താഴെ ഗ്രാമപഞ്ചായത്ത് ലെവലിൽ ഗ്രാമസഭ ഒരു വാട്ടർഷെഡ് കമ്മിറ്റി രൂപവൽക്കരിച്ച് ഇതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. പദ്ധതിയുടെ ആകെ ചെലവ് 90:10 എന്ന അനുപാതത്തിൽ, അതായത് ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ PMKSYയുടെ കീഴിലാണുള്ളത്. അവിടെ 90:10 എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഇപ്പോൾ PMKSYയിലേക്ക് മാറിയതോടുകൂടി അതെന്തായി മാറി? 75:25 ആയിട്ട് മാറി. ഓക്കെ, PMKSYയുടെ കീഴിൽ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമ്പൂർണ്ണ പങ്കാളിത്തത്തോടെയും എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്യുന്നതോടൊപ്പം പ്രാദേശിക ജനസംഖ്യയുടെ പരമാവധി പങ്കാളിത്തത്തോടെയും IWMP അഥവാ ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം നല്ല രീതിയിൽ നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് PSC ചോദ്യമാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, 2 വർഷം മുന്നേയുള്ള കേരള PSC ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. നാഷണൽ റെയിൻഫെഡ് ഏരിയ അതോറിറ്റി അഥവാ ഏറ്റവും പ്രധാനമാണ് 2006 നവംബർ 3 കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനമനുസരിച്ച് രൂപപ്പെട്ട NRAA, നാഷണൽ റെയിൻഫെഡ് ഏരിയ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്യാബിനറ്റ് തീരുമാനം അനുസരിച്ച് രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നിയമപരമായ സ്ഥാപനമല്ല, ലീഗൽ സ്റ്റാറ്റസ് ഇല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനമല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല. ഇനി
കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഒരു വിദഗ്ധ സമിതിയായി രാജ്യത്തെ വരണ്ട ഭൂമിയുടെയും മഴയെ ആശ്രയിച്ചുള്ള കൃഷിയുടെയും ചിട്ടയായ നവീകരണവും പരിപാലനവും സംബന്ധിച്ച ആവശ്യമായ അറിവുകൾ അഥവാ ഉപദേശങ്ങൾ കേന്ദ്രത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നാഷണൽ റെയിൻഫെഡ് ഏരിയ അതോറിറ്റി രൂപവൽക്കരിച്ചിരിക്കുന്നത്. ആസ്ഥാനം വന്നിട്ട് ന്യൂഡൽഹിയാണ്. 2006 നവംബർ 3. നിലവിലുള്ള വിവിധ പദ്ധതികളുടെ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായുള്ള ഒരു ഉപദേശക നയരൂപീകരണ, ദാറ്റ് മീൻസ് പ്ലാൻ ഫോം ചെയ്യുകയും അത് നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അതോറിറ്റിയാണിത്. നീർത്തട വികസന പദ്ധതികൾക്കായുള്ള പൊതു മാർഗനിർദ്ദേശങ്ങൾ അതോറിറ്റി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന നടപ്പിലാക്കുന്നതിന് സാങ്കേതിക സഹായം, ടെക്നോളജിക്കൽ അസിസ്റ്റൻസും ഈ പറയുന്ന NRAA നൽകുന്നുണ്ട്. അതോറിറ്റിയുടെ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര കൃഷി മന്ത്രിയും സഹ അധ്യക്ഷൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയുമാണ്. അപ്പോൾ ഈ പറയുന്ന നാഷണൽ റെയിൻഫെഡ് ഏരിയ അതോറിറ്റി PSC ചോദ്യമാണ്. 2006 നവംബർ 3 സ്റ്റാർട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ഗ്രാമങ്ങളിൽ പ്രധാനമായിട്ടും മഴയെ ആശ്രയിച്ചു കൊണ്ടുള്ള ഭൂമിയുടെ പരിപാലനം അവിടെ തന്നെ ഉണ്ട്. റെയിൻഫെഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? മഴയെ ആശ്രയിച്ചു കൊണ്ടുള്ള പ്രദേശം, റെയിൻഫെഡ് ഏരിയ. അതിലൂടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഊന്നൽ നൽകുന്നത് കൃഷിക്ക് തന്നെയാണ്. കൃഷിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട്, എന്നാൽ കൃഷിക്ക് എല്ലാവിധ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ജലം തന്നെയാണ്, അല്ലെ? അപ്പോൾ ഇവിടെ കൃഷി മന്ത്രിയാണ് ഈ പറയുന്ന ഗവേണിംഗ് ബോഡി അധ്യക്ഷനും. അതുപോലെ തന്നെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയാണ് ഇതിന്റെ എന്താ പറയുക, സഹ അധ്യക്ഷൻ എന്ന് പറയുന്നത്. എൻഡ് ഓഫ് ദി ഡേ ജലം, കൃഷി നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഗ്രാമത്തിൻ്റെ ഒരു വികസനം അവിടെ ഉറപ്പാക്കാൻ സാധിക്കും. ഗ്രാമീണ ജനതകളുടെ അഭിവൃദ്ധിയാണ് അവിടെ സംരക്ഷിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ഇവിടെ സഹ അധ്യക്ഷനാണ് ഈ ഒരു എന്തെന്ന് പറയുന്നത് അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഗവേണിംഗ് കൗൺസിലിൻ്റേത്. ഇനി നീരാഞ്ചൽ പദ്ധതിയാണ്. നീരാഞ്ചൽ പദ്ധതി ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മറ്റൊരു വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാമാണ്. ഈ പറയുന്ന നീർത്തട പദ്ധതിയാണ് നീരാഞ്ചൽ പദ്ധതി. PMKSYയെ പരിപോഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നീരാഞ്ചൽ പദ്ധതിയുടെ കാലാവധി കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ളത് 2016-22 ഓക്കെ. ഇനി നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ എന്നല്ല, ഏറ്റവും പ്രധാനമായിട്ട് NCERT, നിങ്ങൾ NCERT ഒക്കെ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ NCERT പാഠപുസ്തകത്തിലുണ്ടായിരുന്നു. മാത്രമല്ല ഇത് PSCയുടെ ചോദ്യമായിട്ടും വന്നിട്ടുണ്ട്, അല്ലേ? നീർത്തടത്തിൻ്റെ 5 തരങ്ങൾ, ദാറ്റ് മീൻസ് 5 ടൈപ്സ് ഓഫ് വാട്ടർഷെഡ്. PSC ചോദ്യമായിരുന്നു. വലിപ്പം, ഡ്രെയിനേജ്, ആകൃതി, ഭൂവിനിയോഗ രീതി. ഭൂവിനിയോഗ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ് യൂട്ടിലൈസേഷൻ മെത്തേഡ്. അപ്പോൾ ആ ഒരു രീതിയെ ആശ്രയിച്ചുകൊണ്ട് വാട്ടർഷെഡിനെ 5 തരമാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് മാക്രോ വാട്ടർഷെഡ്. മാക്രോ വാട്ടർഷെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 50,000 ഹെക്ടറിന് മേലെയുള്ളതാണ് മാക്രോ വാട്ടർഷെഡ്. സബ് വാട്ടർഷെഡ് എന്ന് പറഞ്ഞാൽ 10,000-നും 50,000 ഹെക്ടറിനും ഉള്ളിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ സബ് വാട്ടർഷെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭൂമിയുടെ വലിപ്പം കണ്ടോ? ഭൂമിയുടെ വലിപ്പം, അതുപോലെ തന്നെ ആ ഡ്രെയിനേജ് സൗകര്യം, ഇനി ആകൃതി എന്ത് തരത്തിലുള്ള ആകൃതിയാണ്, ഷേപ്പ്, അതിനനുസരിച്ച് ഭൂവിനിയോഗ രീതി എന്നിവ അടിസ്ഥാനമാക്കിയാണ് എന്തെന്ന് പറയുന്നത് വാട്ടർഷെഡിനെ തരം തിരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രദേശം 50,000 ഹെക്ടറിന് മേലെയുള്ള പ്രദേശത്ത് നമ്മൾ മാക്രോ വാട്ടർഷെഡും, അതുപോലെ 10,000 മുതൽ 50,000 ഹെക്ടർ വരെയുള്ള ഇവിടങ്ങളിൽ സബ് വാട്ടർഷെഡ്, 1000 മുതൽ 10,000 ഹെക്ടർ വരെ മില്ലി വാട്ടർഷെഡ്, 100 മുതൽ 1000 ഹെക്ടർ വരെ മൈക്രോ വാട്ടർഷെഡ്. എന്നാൽ മിനി വാട്ടർഷെഡ് എന്ന് പറയുന്നത് 1 മുതൽ 100 ഹെക്ടർ വരെയുള്ള പ്രദേശങ്ങളിലാണ് നമ്മൾ മിനി വാട്ടർഷെഡ്, അഥവാ ആ ഒരു പ്രദേശങ്ങളിലാണ്. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്തരം പ്രദേശങ്ങളെ അല്ലെങ്കിൽ ഇത്തരം രീതികളിൽ വാട്ടർഷെഡിനെ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന പ്രദേശത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കൊണ്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഏത് ടൈപ്പ് ഓഫ് വാട്ടർഷെഡാണ് ഇവിടെ പ്രാവർത്തികമാക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത്. മാക്രോ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, മാക്രോ ഏറ്റവും വലുത്, മൈക്രോ ചെറുത്, അല്ലേ? മൈക്രോയ്ക്കെക്കാളും ചെറുതാണ് മിനി. അപ്പോൾ 50,000 ഹെക്ടറിന് മേലെയുള്ള പ്രദേശങ്ങളിൽ നടപ്പിലാക്കപ്പെടുന്ന നീർത്തട പദ്ധതി രീതി എന്ന് പറയുന്നത് മാക്രോ വാട്ടർഷെഡ്, 10,000 മുതൽ 50,000 ഹെക്ടർ വരെ സബ് വാട്ടർഷെഡ്, 1000 മുതൽ 10,000 ഹെക്ടർ വരെ മില്ലി വാട്ടർഷെഡ്, ഇനി 100 മുതൽ 1000 ഹെക്ടർ വരെ മൈക്രോ വാട്ടർഷെഡ്, 100 ഹെക്ടറിന് താഴെ മിനി വാട്ടർഷെഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്, PSCയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ ഈ വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം, ഒരു ചെറിയ കാര്യങ്ങൾ കൂടി നമുക്ക് പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും കാണാം. നന്ദി.